പശ്ചിമ ബംഗാളിൽ നിപ്പ സ്ഥിരീകരിച്ച 2 നഴ്സസിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് വാർത്ത. കൊൽക്കത്തയിലെ ബരാസത്ത് ആശുപത്രിയിലെ നഴ്സുമാർക്കാണ് ഇങ്ങനെ രോഗം ബാധിച്ചത്. ഈ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ആശങ്കപ്പെടുന്ന ഒരു വിവരം തന്നെയാണ് കൊൽക്കത്തയിൽ നിന്ന് വരുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് നിപ സ്ഥിരീകരിച്ചു എന്ന വാർത്തകൾ ആദ്യം വരുന്നത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരം പൂനെയിലെ വൈറോളജി ലാബിൽ ഇത് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നു, പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. അത് മാത്രമല്ല ഏതാണ്ട് 120ഓളം ആളുകളുമായി ഇവർക്ക് സമ്പർക്കമുണ്ടായിരുന്നു. അതിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്. അങ്ങനെ 120ഓളം ആളുകളുമായി ഇവർക്ക് സമ്പർക്കമുണ്ടായിരുന്നു. ഈ 120 പേരെയും ഇപ്പോൾ ഐസൊലേഷനിൽ മാറ്റിയിട്ടുണ്ട്. ഇവരുമായി വളരെ അടുത്ത സമ്പർക്കത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, അത് ബർദ്വാൻ ആശുപത്രിയിലെ ഡോക്ടറാണ്. ഇവർ ഈ 2 നഴ്സുമാർ ഇപ്പോൾ ഗുരുതരമായി ചികിത്സയിലുള്ള 2 നഴ്സുമാരും നിപ ബാധിച്ച് ഗുരുതരമായി ചികിത്സയിലുള്ള 2 നഴ്സുമാരും ബരാസത്ത് ആശുപത്രിയിലെ നഴ്സുമാരും സ്വകാര്യ ആശുപത്രിയാണ്. അവർ അവിടെ തന്നെയാണ് ചികിത്സയിലുള്ളത്. ഇവരെ ചികിത്സിച്ച ബർദ്വാൻ ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ സ്ഥിതിയും ഗുരുതരമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും 120ഓളം പേർ ഇവരുമായി അടുത്ത സമ്പർക്കത്തിലുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ട കാര്യം ഇത് എവിടെയാണ് നിപയുടെ ഉറവിടം എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ, ഇത് സംഭവം നടന്ന് 2 ദിവസത്തോളമാകുന്നു. എവിടെയാണ് ഇതിന്റെ നിപയുടെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞിട്ടില്ല. അത് കൊൽക്കത്തയിലെമ്പാടും വലിയ ജാഗ്രത ഇത് കാരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം 5ലധികം ആശുപത്രികളുമായി ഈ ആംബുലൻസ് ഡ്രൈവർമാരും നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളിലേക്ക് ഇത് പകർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉള്ളതുകൊണ്ട് കൂടുതൽ വലിയ ജാഗ്രത കൊൽക്കത്തയിലെമ്പാടും കൊൽക്കത്തയിലെ എല്ലാ ആശുപത്രികളിലേക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സംഘം ഇപ്പോൾ കൊൽക്കത്തയിൽ എത്തിയിട്ടുണ്ട്. കാരണം ഇത് നിപയുടെ ഉറവിടം, നിപയുടെ വ്യാപനം, ഇത് 2 വലിയ ഗുരുതരമായ കാര്യമായതിനാൽ കേന്ദ്ര സംഘം ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട്. കാര്യങ്ങൾ വളരെ ഗൗരവകരമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒപ്പം റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ മറ്റ് ആളുകളുമായി വീടുകളിലൊക്കെ എത്തിയിട്ടുണ്ടോ ആ രൂപത്തിലുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ ബംഗാളിൽ മാത്രമല്ല ജാർഖണ്ഡിലും ഇപ്പോൾ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ബർദ്വാനിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായി അത് ജാർഖണ്ഡിലേക്കും വ്യാപിച്ചേക്കാമെന്നൊരു ആശങ്കയുണ്ട്. അങ്ങനെ ബംഗാളിലും കൊൽക്കത്തയിലും ജാർഖണ്ഡിലും കൂടി വലിയ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ബംഗാളിൽ ഗൗരവകരമായ കാര്യമാണ്. കാരണം നിപയുടെ വ്യാപനം നമുക്കറിയാവുന്നതാണ്. വ്യാപനം വളരെ ഗൗരവകരമായ കാര്യമാണ്. എത്രത്തോളം ആളുകളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കും, അതുമാത്രമല്ല രോഗത്തിന്റെ തീവ്രത അതിശക്തമാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയിലാണ് കൊൽക്കത്തയും ജാർഖണ്ഡും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.